സമാധാനമാണല്ലോ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഉള്ള സമാധാനം കൂടി അങ്ങ് പോയാലോ? പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല, അമേരിക്കയുടെ സ്വന്തം ഡൊണാൾഡ് ട്രംപിനെ പറ്റി തന്നെയാണ്. ഇതിപ്പോ എത്ര കിണഞ്ഞു കിടന്ന് പരിശ്രമിച്ചാലും വിചാരിച്ച കാര്യം നടക്കാത്തതിലുള്ള വിഷമം അത് പറയാതിരിക്കാൻ സാധിക്കില്ല. കാര്യം കേട്ടോളൂ, ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനത്തെ പറ്റിയാണ്. അതെ, ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു. സമാധാനത്തിന് നൽകുന്ന നൊബേൽ സമ്മാന പുരസ്കാരമാണ് വാർത്തകളിൽ അത്രയും ഇടം പിടിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കുറി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അവകാശവാദം ഉന്നയിച്ചതാണ് പുരസ്കാര പ്രഖ്യാപനത്തെ ശ്രദ്ധേയമാക്കിയതും. ഈ പുരസ്കാരത്തിന് വേണ്ടി ചില്ലറ ശ്രമങ്ങളൊന്നുമല്ല ട്രംപ് നടത്തിയത് എന്ന് വേണം പറയാൻ. എന്നിട്ടും ട്രംപിന് പുരസ്കാരം ലഭിക്കാത്തതിലെ കാരണങ്ങൾ അറിയണ്ടേ? കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നൊബേൽ കമ്മിറ്റി. എന്തൊക്കെയായിരിക്കും ആ കാരണങ്ങൾ? പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിര. അങ്ങനെ അങ്ങ് കൊടുക്കാനാകില്ല. ട്രംപിന് നൊബേൽ പുരസ്കാരം കൊടുക്കാത്തതിന് കാരണം വ്യക്തമാക്കുകയാണ് നൊബേൽ കമ്മിറ്റി. പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയെടുക്കാനുള്ള US പ്രസിഡന്റിന്റെ പ്രചാരണത്തിനും രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന നൊബേൽ കമ്മിറ്റി വിമർശനങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തി. ആൽഫ്രഡ് നോബലിന്റെ വിൽപത്രത്തിലുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് കമ്മിറ്റി ചെയർമാനായ ജോർഗൻ വാഡ്നെ ഫൈഡ്നസ് പറഞ്ഞു. വർഷങ്ങളായി കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ച നിരവധി പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാധാന നോബലിന് ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്ന് എല്ലാ വർഷവും ആയിരക്കണക്കിന് കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഈ ബഹുമതി സമാധാനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർക്ക് മാത്രം നൽകുന്നതാണ്. ഒരു പ്രത്യേക മുറിയിലിരുന്നാണ് അഞ്ചംഗ കമ്മിറ്റി നോബൽ പുരസ്കാരത്തിനുള്ള ജേതാക്കളെ കണ്ടെത്തുന്നത്. എല്ലാ നോബൽ സമ്മാന ജേതാക്കളുടെയും ഛായാചിത്രങ്ങൾ നിറഞ്ഞ മുറിയിലാണ് ഈ കമ്മിറ്റി ഇരിക്കുന്നതെന്നും ഈ മുറി സത്യസന്ധത പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ജോർഗൻ വാഡ്നെ ഫൈഡ്നസ് കൂട്ടിച്ചേർത്തു. ആൽഫ്രഡ് നോബലിന്റെ ഇഷ്ടത്തെയും നിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടും കൂടിയാണ് ഞങ്ങളുടെ തീരുമാനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം: നൊബേൽ സമ്മാനത്തിൽ ട്രംപ് യോഗ്യനല്ലായിരുന്നു എന്നതാണ്. എന്നാൽ നൊബേൽ കമ്മിറ്റിയുടെ ഈ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് വൈറ്റ് ഹൗസും രംഗത്തെത്തിയിരുന്നു. വിമർശനം ഇങ്ങനെയായിരുന്നു: സമാധാനത്തെക്കാൾ രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകിയാണ് നൊബേൽ പുരസ്കാരം സമ്മാനിച്ചത് എന്നായിരുന്നു വൈറ്റ് ഹൗസ് വിമർശനം. അതിനുശേഷമാണ് വൈറ്റ് ഹൗസിന്റെ വിമർശനങ്ങളോട് വിയോജിച്ച വിശദീകരണവുമായി പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയും രംഗത്തെത്തിയത്. അതേസമയം നോബൽ പുരസ്കാരം തനിക്കല്ല എന്നത് ഏറെ വിഷമത്തോടെ തന്നെയായിരിക്കും ട്രംപ് നോക്കിക്കണ്ടത്. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടെ 7 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് നിരന്തരം ലോകവേദിയിൽ ആവർത്തിച്ചിരുന്നത്. ഇതിൽ തെറ്റൊന്നും പറയാനും സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഇസ്രയേൽ ഗാസ സംഘർഷം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കതിന് ഉദാഹരണമായി എടുത്തു കാട്ടാം. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നിരന്തരം നടത്തുന്ന ഇടപെടലുകൾ ഏറെ വലുതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തിക്കാൻ ട്രംപാണ് ഏറ്റവും പരിശ്രമിച്ചത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുഴുവനും അറിയാം. ഗാസയ്ക്ക് സമാധാനം പുനഃസ്ഥാപിക്കാനും ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനും ഒക്കെയായിട്ട് ട്രംപാണ് അഹോരാത്രം പരിശ്രമിച്ചത്. കൂടാതെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും അദ്ദേഹം തനാലാവും വധം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുന്ന ട്രംപ് എല്ലാ കാലത്തും ഇന്ത്യയോടും നല്ല സമീപനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാന നിമിഷം വരെ ട്രംപിന് നോബൽ പുരസ്കാരം കിട്ടുമോ എന്നതായിരുന്നു ലോകം ഉറ്റുനോക്കിയത്. എന്നാൽ ട്രംപ് അനുകൂലികളെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് വെനസ്വേലയിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. ട്രംപിന് പുരസ്കാരം ലഭിക്കാത്തതിൽ വൈറ്റ് ഹൗസ് നോർവീജിയൻ നോബൽ കമ്മിറ്റിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് എന്ന് സൂചിപ്പിച്ചല്ലോ. എന്ത് തന്നെയാണെങ്കിലും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്കല്ല എന്നറിഞ്ഞതിന് പിന്നാലെ ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മരിയയ്ക്ക് താൻ പല അവസരങ്ങളിലും സഹായം നൽകിയിട്ടുണ്ടെന്നും തന്നോടുള്ള ബഹുമാനാർത്ഥമാണ് പുരസ്കാരം സ്വീകരിച്ചതെന്നും മരിയ ഫോണിൽ വിളിച്ചു പറഞ്ഞതായുമാണ് ട്രംപ് പറഞ്ഞത്.